മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് 9ാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ പദം പദം ഉറച്ചു നാം എന്ന ഏകകത്തിലെ വംശം എന്ന പാഠഭാഗമാണ്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു വീഡിയോ കാണാം. നമ്മളിപ്പോൾ കണ്ട വീഡിയോ ഏവർക്കും സുപരിചിതമായിരിക്കുമല്ലോ. ഒരു ക്ലാസ് മുറിയിൽ ഒരുപാട് കുട്ടികളിരിക്കുന്നു. അവർക്ക് ഉച്ചഭക്ഷണത്തിനുള്ള സമയമാകുന്നു. ഒരു കുട്ടി മാത്രം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അതിന് കാരണം അവന് കഴിക്കാൻ ഭക്ഷണമില്ല എന്നതാണ്. എന്നാൽ അവൻ ഇറങ്ങിപ്പോയതിൻ്റെ കാരണം മനസ്സിലാക്കിയ അവൻ്റെ കൂട്ടുകാരെല്ലാവരോട് ചേർന്ന് അവൻ തിരികെ വരുമ്പോഴത്തേക്കിന് അവൻ്റെ ഉച്ചഭക്ഷണത്തിനുള്ള പാത്രത്തിൽ അവരുടെ ഭക്ഷണങ്ങൾ പങ്കുവെച്ച് നൽകുന്നതാണ് കാണുന്നത്. തിരികെ വരുന്ന അവൻ പാത്രമെടുത്ത് ബാഗിൽ വെക്കാൻ നോക്കുമ്പോൾ അതിന് ഭാരം തോന്നുകയും തുറന്നു നോക്കുമ്പോൾ അത് നിറയെ ഭക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി തൻ്റെ കൂട്ടുകാരാണ് തനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതെന്ന്. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കാനുള്ളത്? ഇവിടെ പങ്കുവയ്ക്കലിൻ്റെയും കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ആ കുട്ടികൾ. അതേപോലെ തന്നെ പങ്കുവയ്ക്കൽ, സ്നേഹം, അതേപോലെ തന്നെ സാഹോദര്യം, ഒത്തൊരുമ എന്നിവയുടെ എല്ലാം പ്രതീകമായിട്ടുള്ള ഉറുമ്പ് എന്ന ഒരു ജീവിയെ പറ്റി ആണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കാം. വംശം എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. എഴുതിയത് വിജയലക്ഷ്മി. വിജയലക്ഷ്മിയെ പറ്റി നമ്മൾക്ക് കൂടുതലായി മനസ്സിലാക്കാം. 1960 വിജയലക്ഷ്മി ജനിച്ചു. കവയത്രി എന്ന നിലയിൽ പ്രശസ്തി നേടിയിരിക്കുന്നു. പ്രധാന കൃതികൾ: മൃഗശിക്ഷകൻ, തച്ചൻ്റെ മകൾ, സീതാദർശനം, പുതുവർഷം, ഒറ്റമണൽ തരി. ഇതിലെ സീതാദർശനം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്ന വംശം. ലഭിച്ചിരിക്കുന്ന പുരസ്കാരങ്ങൾ: ലളിതാംബിക അന്തർജനം സ്മാരക പുരസ്കാരം, വയലോപ്പള്ളി പുരസ്കാരം എന്നിവയാണ്. ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. വിജയലക്ഷ്മിയുടെ വംശം എന്ന കവിത കേവലം അല്ലെങ്കിൽ ഒരു നിസ്സാരം എന്ന് തോന്നാവുന്ന ഉറുമ്പിൻ്റെ ജീവിതം മാത്രമല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെയും അതേപോലെ തന്നെ സാമൂഹിക ഘടനയുടെയും ഒക്കെ സങ്കീർണമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു കവിതയാണ്. ഈ കവിത വെറും ഒരു ജീവിയുടെ ചിത്രീകരണം മാത്രമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുകയില്ല, മറിച്ച് അധ്വാനം, അതിജീവനം, വംശീയത എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കവിത നമുക്ക് കാഴ്ചവെക്കുന്നത്. കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അടുക്കളയിലെ അടുപ്പിൻ്റെ മുകളിൽ തെറിച്ചു വീണ തേങ്ങാത്തിരി പൂവ് പോലെ നിസ്സാരമായി തൻ്റെ കൊമ്പുകളിൽ ഉയർത്തി കൊണ്ടുപോകുന്ന ഒരു ഉറുമ്പിനെയാണ് ആദ്യം നമ്മൾ കാണുന്നത്. രാവിലെ അടുപ്പിൻ്റെ പാതകത്തിൽ തെറിച്ചു വീണ തേങ്ങാത്തിരി എടുത്തു തൻ്റെ കൊമ്പുകളിൽ ഉയർത്തിക്കൊണ്ട് വേഗത്തിൽ പുറപ്പെട്ടു പോകുന്ന ഉറുമ്പിനെയാണ് കവി ഇവിടെ ചിത്രീകരിക്കുന്നത്. നമുക്കറിയാം, ഉറുമ്പുകൾക്ക് 6 കാലുകളാണുള്ളത്. ഈ 6 കാലുകളും ഒരേ താളത്തിൽ തന്നെ ശാന്തമായിട്ട് വെച്ചുകൊണ്ട് ഉറുമ്പ് തൻ്റെ ഭക്ഷണവും എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ കവിതയിലെ കൗതുകം ഉണർത്തുന്നതെന്ന് വെച്ചാൽ ഉറുമ്പിൻ്റെ ഈ താളത്തിൽ ചവിട്ടിയുള്ള പോകുന്ന പോക്കാണ്. പേമഴക്കാലത്ത് തൻ്റെ സഹോദരങ്ങളോടൊപ്പം ഭക്ഷിക്കുവാനാണ് ഉറുമ്പ് ഈ തേങ്ങാത്തരികൾ ശേഖരിച്ചു കൊണ്ടുപോകുന്നത്. എണ്ണമിനുങ്ങുന്ന മുഖവും അതേപോലെ തന്നെ
എള്ളുടലും അതിൻ്റെ കറുത്ത നിറവുമൊക്കെയാണ് ഉറുമ്പിൻ്റെ സൗന്ദര്യത്തെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഉറുമ്പിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ എണ്ണമിനുങ്ങുന്ന മുഖവും അതേപോലെ തന്നെ എള്ളുടലുകളും അതേപോലെ തന്നെ കറുത്ത നിറവുമൊക്കെയാണ് ഉറുമ്പിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത്. ഈ ഉറുമ്പിൻ്റെ അരക്കെട്ട് ഇത്രമാത്രം ഒതുങ്ങുവാൻ ഉള്ള കാരണം എന്താണെന്നാണ് കവി അന്വേഷിക്കുന്നത്. കവി എന്നിട്ട് പറയുകയാണ്, അതിൻ്റെ അധ്വാനശീലവും അതേപോലെ തന്നെ നൃത്ത ചുവടുകളും കാരണമാണ് ഉറുമ്പിൻ്റെ അരക്കെട്ട് ഇത്രയും ഒതുങ്ങിപ്പോയത് എന്ന് കവി പറയുന്നു. അതേപോലെ തന്നെ ഉറുമ്പിനെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രാവെന്നോ പകലെന്നോ സന്ധ്യയെന്നോ ഒന്നും പോലും നോക്കാതെ നീ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നത് കാരണം നീ മരിച്ചു പോകുമെന്ന് ഉറുമ്പിനെ കവി ഓർമ്മപ്പെടുത്തുന്നു. പാവമായിട്ടുള്ള ഉറുമ്പിനെ തുടച്ചു നീക്കുന്നത് പാപമാണെന്ന് കവി മനസ്സിലാക്കുന്നു. ഉറുമ്പ് അടുക്കളയിൽ നിന്ന് എടുത്ത തേങ്ങാത്തരിയുമായി യാത്ര പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ചെന്നെത്താൻ ഒരുങ്ങുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. അവയെല്ലാം ഉറുമ്പ് നിസ്സാരമായി തരണം ചെയ്യുന്നു. അടുക്കളയിൽ നിന്ന് ജനലിനരികിലേക്കും അവിടെ നിന്ന് മുറ്റത്തിലേക്കും പോകുമ്പോൾ ഒരുപാട് ചെടികളും അതേപോലെ തന്നെ തടസ്സമായി നിന്ന് വെള്ളാരം പല്ലുകളെയും എല്ലാം ചുറ്റി അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് തൻ്റെ വംശമാകുന്ന കൂട്ടിലേക്ക് ഉറുമ്പ് യാത്രയാകുകയാണ്. ഈ തേങ്ങാത്തിരി എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും ഉറുമ്പിന് അതൊരു വലിയ ഭാരമായിരിക്കുമെന്ന്. അതിനാൽ തന്നെ കവി ഉറുമ്പിനെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു ചുമട്ടുകാരിയോടാണ്. ആ ഭാരത്തെ എല്ലാം വളരെ ലാഘവത്തോടെ ചുമലിലേറ്റി രസകരമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആയാസകരമായിട്ട് തൻ്റെ വംശത്തിൻ്റെ അടുത്തേക്ക് ഉറുമ്പ് പോകുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ഉറുമ്പിന് തേങ്ങാത്തരി എന്ന് പറയുന്നത് വലിയ ഭാരമായി നമുക്ക് തോന്നാം. എന്നാൽ ആ ഭാരത്തെയും നിസ്സാരമെന്ന് ആദ്യം പറഞ്ഞു. പൂവ് പോലെ തൻ്റെ കൊമ്പിൽ ഉയർത്തിക്കൊണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. വളരെ നിസ്സാരമായിട്ടാണ് ഉറുമ്പ് ആ തേങ്ങാത്തരിയുമായിട്ട് അല്ലെങ്കിൽ തൻ്റെ ഭക്ഷണവുമായിട്ട് കൂട്ടിലേക്ക് പോകുന്നത്. തനിക്കും തൻ്റെ സഹോദരങ്ങൾക്കും പങ്കുവെച്ച് കഴിക്കുവാനായിട്ടാണ് ഉറുമ്പ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ കവിതയിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? അധ്വാനത്തിലൂടെ മാത്രമേ പുരോഗതി സാധ്യമാകൂ എന്ന സന്ദേശമാണ് കവിത നൽകുന്നത്. ഉറുമ്പിൻ്റെ നിരന്തരമായ അധ്വാനശീലത്തെ ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കവിതയിലെ ഉറുമ്പ് അധ്വാന വർഗത്തിൻ്റെ പ്രതീകമാണ്. നിസ്സാര ജീവികളോട് പോലും കരുണ കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നമുക്ക് ഈ കവിത മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നീട് പറയുന്നത്, പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഉറുമ്പിൻ്റെ ദൃഢനിശ്ചയത്തെപ്പറ്റിയും മനുഷ്യൻ്റെ അദമ്യമായ കാഴ്ചപ്പാടുകളെപ്പറ്റിയുമാണ് കവിതയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് പഠിപ്പിച്ച ഭാഗം ഏവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് പഠിച്ച ഭാഗം ഒന്ന് ഓർത്തെടുക്കാം. വംശം എന്ന കവിത ഏത് സമാഹാരത്തിൽ നിന്നും എടുത്തതാണ്? ഉത്തരം സീതാദർശനം. വംശം എന്ന കവിതയിൽ ഏത് ജീവിയെപ്പറ്റിയാണ് പറയുന്നത്? ഉത്തരം ഉറുമ്പ്. ഉറുമ്പിനെ ആരോടാണ് കവി സാമ്യപ്പെടുത്തുന്നത്? ഉറുമ്പിനെ ഒരു ചുമട്ടുകാരിയോടാണ് കവി സാമ്യപ്പെടുത്തുന്നത്. ഇനി ഒരു തുടർ പ്രവർത്തനം നമുക്ക് ചെയ്യാം. എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? ഉറുമ്പിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ കവിത ഭാഗം പഠിച്ചപ്പോൾ തന്നെ ഉറുമ്പിൻ്റെ കുറച്ച് സവിശേഷതകളൊക്കെ പറഞ്ഞായിരുന്നു. അതിനോടൊപ്പം തന്നെ മറ്റു സവിശേഷതകളും കണ്ടെത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇന്ന് പഠിപ്പിച്ച ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.